Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Form the partial differential equation by eliminating the arbitrary function f from the relation xyz is equal to f of x plus y plus z. ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. 2 മാസം മുമ്പ് നടന്ന പരീക്ഷ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എഫ് എലിമിനേറ്റ് ചെയ്യണം. എഫ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന ഇക്വേഷൻ 1 എന്ന് പേര് കൊടുക്കാം. അതിനുശേഷം partially differentiating 1 with respect to x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ y കോൺസ്റ്റന്റ് ആണ്, y പുറത്ത് എഴുതാം. x നെ z നെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പൊ x into z എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് x ആൻഡ് y ആണ്. അപ്പൊ z നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dou z by dou x എന്താണ്? p plus z into derivative of x 1 is equal to f of x plus y plus z നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വരും f dash x plus y plus z into x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 വരും, y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് 0 ആണ്, z നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dou z by dou x p. ഇതിന് ഇക്വേഷൻ 2 ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? partially differentiating 1 with respect to y. 1 നെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ x y z ൽ x കോൺസ്റ്റന്റ് ആയിരിക്കും. x into നമുക്ക് എന്ത് കിട്ടും? y into dou z by dou y എന്ന് പറഞ്ഞാൽ എന്താണ്? q. dou z by dou y എന്ന് പറഞ്ഞാൽ q ആണ്. അപ്പോൾ yq plus z into 1 is equal to f dash x plus y plus z into 1 plus x ന്റെ 0 ആണ്, y യുടെ 1 വരും, z ന്റെ dou z by dou y എന്ന് പറഞ്ഞാൽ എന്താണ്? q. ഇതിന് ഇക്വേഷൻ 3. അപ്പൊ ഇക്വേഷൻ 1 ഉം കിട്ടി, ഇക്വേഷൻ 2 ഉം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് f എന്നുള്ള ഫംഗ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ 2 നെ ഇക്വേഷൻ 3 കൊണ്ട് ഹരിക്കും. അങ്ങനെ ഹരിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണം നോക്കാം. y into xp plus z divided by x into yq plus z. yq plus z is equal to ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലെ f dash x plus y plus z ഉം f dash x plus y z ഉം കട്ടായി പോകും. ബാക്കി 1 plus p divided by 1 plus q. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ that is equal to equation 1 equation 2. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് yx y into ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ yxp എന്ന് വരും. yxp plus yz divided by xyq plus xz. ഡിനോമിനേറ്റർ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ ന്യൂമറേറ്റർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ y into xp plus y into z. താഴെ x into yq plus x into z. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? 1 plus p by 1 plus q. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് നോക്കാം. 1 plus q into yxp plus yz is equal to 1 plus p into xyq plus xz. ക്രോസ് മൾട്ടിപ്ലൈ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബ്രാക്കറ്റ് വീണ്ടും ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ടേം എന്താ കിട്ടുന്നത്? yx കിട്ടും. yxp ആദ്യത്തെ ടേം yxp. then അടുത്ത 1 കൊണ്ട് വിളിച്ചാൽ yz plus ഇവിടെ xyz xyqp. ഇനി q കൊണ്ട് ഗുണിക്കുമ്പോൾ qyz. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ നമ്മൾ 1 കൊണ്ട് ഗുണിച്ച് ചെയ്യുമ്പോൾ 1 into yxp 1 into yz q into yxp q into yxp yxp. ഇവിടെ q into yz റൈറ്റ് ഹാൻഡ് സൈഡ് അതുപോലെ ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം. 1 കൊണ്ട് ഗുണിക്കുമ്പോൾ xyq
then xz pxyq plus pxz. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. റൈറ്റ് ഹാൻഡ് സൈഡ് ഓപ്പൺ ചെയ്യാൻ 1 into xyq 1 into xz p into xyq p into xz. ഇനി കോമൺ ആയിട്ടുള്ള ടേം ഉണ്ടോ നോക്കാം. നോക്കിയേ, ഇവിടെ xyqp, ഇവിടെ xyqp, ഇത് രണ്ടും കട്ട് ചെയ്ത് കളയും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിലും xyqp ഉണ്ട്, xyqp ഉണ്ട്, കട്ട് ചെയ്ത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ yxp ഉണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡില് നമുക്ക് ഇവിടെ pxz ഉണ്ട്. അത് രണ്ടുപേരും വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത സ്റ്റേജില് yxp ഈ ടേമിനോട് കൊണ്ടുവരുമ്പോ pxz ഈ ടേം എടുത്തു. ഇനി അടുത്ത് ഇവിടെ ഒരു qyz ഉണ്ട്. qyz ഉം ഇവിടെയുള്ള xyq നമ്മൾ എടുത്തു. ബാക്കി റൈറ്റ് ഹാൻഡ് സൈഡില് xz ബാലൻസ് ഉണ്ട്. ഈ yz അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മള് yxp ആ pxpz ഷിഫ്റ്റ് ചെയ്തു, മൈനസ് ആയി. ഇവിടെ അതുപോലെ qyz ഇവിടുത്തെ xyq കൊണ്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് xz മൈനസ് yz. ഇനി ഞാൻ ചെയ്യാൻ പോണത്, ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്, x ഉണ്ട്. കോമൺ ആയിട്ട് നമുക്ക് x ഉണ്ട്. x നമ്മൾ പുറത്തെടുത്താൽ ബാക്കി എന്ത് കിട്ടും, y മൈനസ് z. p ഇവിടെ ഇടും. അപ്പൊ നമുക്ക് x നമ്മൾ പുറത്തെടുത്തപ്പോ ഇതിന്റെ അകത്ത് y മൈനസ് z ഇട്ടു. y മൈനസ് z ഇൻറ്റു p ഇട്ടു. y മൈനസ്. അപ്പൊ ഇവിടെ നമുക്ക് y ഉണ്ട്, y ഇവിടെ എഴുതി. ഇവിടെ നമുക്ക് z ഇവിടെ എഴുതി. ഈ p നമ്മൾ ഇവിടെ എഴുതുന്നുണ്ട്. ഇവിടെ എഴുതുന്നതിന് പകരം നമുക്ക് xp നമുക്ക് പുറത്തെടുക്കാം. അപ്പൊ y മൈനസ് z ആ വരുന്നത്. പക്ഷെ x ഞാൻ ഇവിടെ ഇട്ടു, p ഇവിടെ ഇട്ടു. കാരണം ഒരു ലഗ്രാഞ്ചി ലീനിയർ ഫോമിൽ വരാൻ വേണ്ടിയിട്ട് x into y മൈനസ് z into p. കാരണം നമ്മൾ പുറത്തെടുത്തത് xp ആണ് പുറത്തെടുത്തത്. xp പുറത്തെടുത്താൽ y മൈനസ് z ആണ് വരുന്നത്. അപ്പൊ x ആദ്യം ഇട്ടു, p അവസാനം ഇട്ടു. അപ്പൊ x into y മൈനസ് z into p. അപ്പൊ ലഗ്രാഞ്ചി ലീനിയർ ഫോമിലേക്ക് വരാൻ വേണ്ടി ചെയ്തതാണ്. അടുത്ത കേസിൽ y നമ്മൾ പുറത്തെടുത്തു. y നമ്മൾ പുറത്തെടുക്കുമ്പോ ഇവിടെ നമുക്ക് z മൈനസ് x, y പുറത്തെടുക്കുമ്പോ z മൈനസ് x ഇൻറ്റു q കൂടി. അപ്പൊ y ഇൻറ്റു z q. അതുപോലെ മൈനസ് y x y ഇൻറ്റു q. റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ആരെ പുറത്തെടുക്കാം, z നെ പുറത്തെടുക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, x മൈനസ്. ഇതൊരു PP പ്ലസ് QQ r ഫോമിലാണ്. ഒരു ലഗ്രാഞ്ച് ലീനിയർ ഇക്വേഷൻ ആണ് നമുക്ക് ഫോം ചെയ്തത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്തത്. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തത് എങ്ങനെയാണ്, എഫിനെ അവസാനത്തെ ഇക്വേഷനിൽ എഫ് ഇല്ല, എഫിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. എഫ് ഇല്ലാതെ നമുക്കൊരു പാർഷ്യൽ ഡിഫറൻഷിയേഷൻ കിട്ടി. ആ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആണ് x into y minus z into p plus y into z minus x into q equal z into x minus y. ഇവിടെ ചെയ്തത് തന്നിരിക്കുന്ന ഇക്വേഷനെ ആദ്യം നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തു. x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ f of x plus y plus എന്താകും, f dash x plus y plus. റൈറ്റ് ഹാൻഡ് സൈഡിൽ f dash x plus y plus z into 1 plus b. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ y കോൺസ്റ്റന്റ് ആണ്, x z നെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. x z നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ z is a dependent variable, x is a independent variable. അപ്പൊ x into z ഡിപെൻഡന്റ് വേരിയബിൾ ആയതുകൊണ്ട് z is a function of x and y ആയതുകൊണ്ട് x into നമ്മള് x into dou z by dou x എന്നെഴുതാം. ആ dou z by dou x ആണ് p. പക്ഷേ x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 എന്നല്ല എഴുതേണ്ടത്, dou z by dou x ആണ് p. അപ്പൊ x into p plus z into x into ഡെറിവേറ്റീവ് 1. x ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ f dash x plus y plus z into 1 plus b. ഇതേപോലെ തന്നെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. y വെച്ച് ഡിഫറൻഷിയേറ്റ് x കോൺസ്റ്റന്റ് അത് മാറ്റി വെച്ചു. y z നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y into z നെ നമ്മൾ y വെച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. y into dou z by dou y എന്ന് പറഞ്ഞാൽ q. z ഡിപെൻഡന്റ് വേരിയബിൾ ആയതുകൊണ്ട് y into q plus z into y ഡെറിവേറ്റീവ് 1. അപ്പോൾ yq plus z is equal to f dash x plus y plus z into 1 plus b. അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി ഇത് f നെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ 2 നെ ഇക്വേഷൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ f dash x plus y z ഡിലീറ്റ് ചെയ്തു, കട്ട് ചെയ്തു.
പിന്നെ ബാക്കി എന്താ കിട്ടുന്നത്? y into xp plus z divided by x into yq plus z is equal to 1 plus p by 1 plus 2. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവസാനം നമുക്ക് ഒരു മനോഹരമായ ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ ഏതാണ്? x into y minus z into p plus y into z minus x into q equal z into x minus p. ഇത് ഏത് ഫോമാണ്? PP plus QQ is equal to Lagrange's linear partial differentiation ഫോമിലേക്ക് നമുക്കൊരു പാർഷ്യൽ ഡിഫറൻഷിയേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.